നമസ്കാരം. ഇന്ന് നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബയോട്ട്-സവാർട്സ് ലോ പഠിച്ചു. ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ലോയാണ് ബയോട്ട്-സവാർട്സ് ലോ. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയും ഇറ്റ് ഇസ് എൻ ആൾട്ടർനേറ്റീവ് വേ ഓഫ് എക്സ്പ്രസിങ് ബയോട്ട്-സവാർട്സ് ലോ. അതായത് ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോ തന്നെയാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഇനി നമുക്ക് ലോയിലേക്ക് വരാം. ലോ പറയുന്നത് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് will be mu0 times the current enclosed by the path. അതായത് ഒരു കറന്റ് I എന്ന് പറയുന്ന ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ കറന്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത്. ഈ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം പറയുന്നത് ഈ P ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് നമ്മൾ ഇമാജിൻ ചെയ്യാം. സി, ഇതാണ് കറന്റുകാരിയും കണ്ടക്ടറെങ്കിൽ ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ് P. അപ്പൊ ഈ P കൂടി ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് നമ്മൾ ഇമാജിൻ ചെയ്യാം. ഏത് ഷേപ്പും ആവാം, ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഷേപ്പിലും നമുക്ക് ഇമാജിൻ ചെയ്യാം, ഒരു ക്ലോസ്ഡ് പാത്ത് ഇമാജിൻ ചെയ്യാം. ദെൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B ആണെങ്കിൽ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് magnetic field will be equal to mu0 times the current enclosed by the loop. നമ്മൾ ഇമാജിൻ ചെയ്ത ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറന്റ് എത്രയാണോ അതിന്റെ mu0 ടൈംസ് ആയിരിക്കും ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദാറ്റ് ലൂപ്പ്. ഇതിനെയാണ് നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്ത കേസിൽ ഇവിടെ I എന്ന് പറയുന്ന ഒരു കറന്റ് മാത്രമേ ഉള്ളൂ. അതായത് I എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഈ കേസിൽ I ആണ്. ഇനി എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. P എന്ന പോയിന്റ് ഇതാണ്. ഇതിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു പാത്ത് ഇമാജിൻ ചെയ്തു, ഒരു ലൂപ്പ് ഇമാജിൻ ചെയ്തു. I1 എന്നും I2 എന്നും പറയുന്ന രണ്ട് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. Then this I enclosed will be equal to I1 plus I2. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്തിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ സമ്മിനെയാണ് നമ്മൾ I എൻക്ലോസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പലപ്പോഴും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബയോട്ട്-സവാർട്സ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ഇതുപോലെ ഒരു ലോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിച്ചിട്ടുണ്ട്. കൂളോംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാമെങ്കിലും കുറെ കൂടി ഈസി ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ മറ്റൊരു ലോ പഠിച്ചു. എന്തായിരുന്നല്ലോ? യെസ്, ഗോസസ് തിയറം അല്ലെ, ഗോസസ് ലോ. ഗോസസ് ലോ പ്രകാരം E dot ds is equal to 1 by epsilon 0 times the charge enclosed by the surface. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ സർഫസ് ഇന്റഗ്രൽ ആണ്, പക്ഷെ ഇവിടെ ലൈൻ ഇന്റഗ്രൽ ആണ്. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിൽ ലൈൻ ഇന്റഗ്രൽ ആണ്, പക്ഷെ ഗോസസ് തിയറത്തിൽ സർഫസ് ഇന്റഗ്രൽ ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. mu0ക്ക് പകരം ഇവിടെ 1 by epsilon 0 ഉണ്ട്. ഇവിടെ കറന്റ് ആണ്, ഇവിടെ അതിന് പകരം ചാർജ് ആണ്. രണ്ട് ലോയും തമ്മിൽ വളരെ സിമിലാരിറ്റി ഉണ്ട്, ഏകദേശം ഒരേപോലെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിത് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ us. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും തമ്മിലുള്ള പല സാമ്യങ്ങളിൽ ഒന്ന് നമുക്കിവിടെ ഈ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയെ കുറിച്ചാണ്. ഇനി ഈ ലോ നമ്മൾ ഉപയോഗിക്കുകയാണ് പല കേസിലും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചില കേസസ് നമ്മൾ പരിഗണിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ പരിഗണിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓഫ് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്.
ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്. ഐ എന്ന് പറയുന്ന ഒരു കറന്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ കണ്ടക്ടറിൽ നിന്ന് കുറച്ച് മാറി ഇപ്പറുള്ള പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് ആംബിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇതാണ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് വിചാരിക്കാം. ഇതിന്റെ കുറച്ച് ഇപ്പുറത്തുള്ള ഒരു പോയിന്റ് ആണ് പി. അപ്പൊ പി കൂടി ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇതിന് ചുറ്റുമായിട്ട് ഇമാജിൻ ചെയ്യാണ്. ഈ പി കൂടി ഉൾപ്പെടുന്ന ക്ലോസ്ഡ് ലൂപ്പ്, അതായത് ഇതിന് ചുറ്റുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇമാജിൻ ചെയ്യും. വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഇത് ഇങ്ങനെയാണ് ചുറ്റും. ഓക്കെ, ഇനി ഞാനിപ്പോ വരച്ചത് ഒരു സർക്കുലാർ ലൂപ്പാണ്. സർക്കിളാണ് വരച്ചിരിക്കുന്നത്. സർക്കിൾ വരച്ചത് എന്തിനാണെന്ന് വഴിയെ പറയാം. ഏത് ക്ലോസ്ഡ് ലൂപ്പും ആവാന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സർക്കുലർ ലൂപ്പാണ് ഇവിടെ ഇമാജിൻ ചെയ്തത്. ഇവിടേക്കുള്ള പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്യാം. സർക്യൂട്ടൽ ലോ പ്രകാരം ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഓഫ് B dot dl is equal to mu 0 times the current enclosed. ഓക്കെ, ഇനി പറഞ്ഞു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ലോ ഉണ്ടല്ലോ. സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്ന ലോ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളാണ്. അതായത് നമ്മൾ റൈറ്റ് ഹാൻഡിൽ നമ്മുടെ കണ്ടക്ടറിനെ പിടിക്കുന്നു എന്ന് വിചാരിക്കാം. കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് നമ്മുടെ തമ്പിന്റെ ഡയറക്ഷൻ. ദെൻ ദ കേൾഡ് ഫിംഗേഴ്സ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷൻ ഇതോ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പൊ പിയിലെ ഡയറക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. പിയിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പിയില് പി സെന്റർ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സ്മോൾ കറണ്ട് എലമെന്റ് അല്ല, നമ്മുടെ ലൂപ്പിലെ ഒരു എലമെന്റ് ഡി എൽ നമ്മൾ സങ്കല്പിക്കുകയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഡി എൽ, ഇന്റഗ്രൽ പി ഡോട്ട് ഡി എൽ. നോക്കൂ, ഈ ഡി എല്ലിനെ നിങ്ങൾ ഒരിക്കലും ബയോട്ട് സവാർട്സ് ലോയിലെ ഡി എല്ലുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ ഡി എൽ അത് കറണ്ട് എലമെന്റ് ആയിരുന്നു. അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ തന്നെ ഒരു പോർഷൻ ആയിരുന്നു ബയോട്ട് സവാർട്സ് ലോയിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഡി എൽ. ഈ ഡി എൽ അതല്ല. ഇവിടെ കറന്റ് ഈ കണ്ടക്ടറിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് അതിനു ചുറ്റും നമ്മൾ ഇമാജിൻ ചെയ്ത ഒരു ഇമാജിനറി ലൂപ്പാണ്. അതിലത്തെ ഒരു പോർഷനെയാണ് നമ്മൾ ഇവിടെ ഡി എൽ എന്ന് വിളിച്ചത്. ആ ഡി എൽ അല്ല ഈ ഡി എൽ. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഡി എല്ലിന്റെ ഡയറക്ഷനും ബിയുടെ ഡയറക്ഷനും സെയിം ആണ്. ഡി എല്ലിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഇവിടെ ബിയുടെ ഡയറക്ഷൻ. നോക്കൂ, ഇതിനു ചുറ്റുമുള്ള ലൂപ്പാണ്, അതിന്റെ ഒരു പോയിന്റ് ആണ് ഡി എൽ. ഇവിടെ ഡി എല്ലിന്റെ ഡയറക്ഷൻ ഏത് പോയിന്റിലും ഇറ്റ് വിൽ ബി ദ സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്നുള്ളതിനെ നമുക്ക് ബി ഡി എൽ എന്ന് എഴുതാം. കാരണം ബിക്കും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. ദെൻ ബി ഡി എൽ കോസ് 0 ഈസ് ബി ഡി എൽ കോസ് 0 ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇന്റഗ്രൽ ബി ഡി എൽ എന്ന് എഴുതാം. ഡോട്ടിന്റെ ആവശ്യമില്ല, ബിയും ഡി എല്ലും സെയിം ഡയറക്ഷനിൽ ആയതുകൊണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു mu 0 I enclosed. ഇനി നോക്കൂ, ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇന്റഗ്രലിന്റെ പുറത്തേക്ക് നമുക്ക് കോൺസ്റ്റൻസിനെ എടുക്കാം. നമ്മുടെ ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ സർക്കുലാർ ലൂപ്പാണ്. സർക്കുലാർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഐയിൽ നിന്ന് കറണ്ടിൽ നിന്ന് ഈ ലൂപ്പിലെ എല്ലാ പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് അവിടെ എല്ലാമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി സെയിം. ഈ ലൂപ്പിൽ എവിടെയും ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി സെയിം. അതിനു വേണ്ടിയാണ് നമ്മൾ സർക്കുലർ ലൂപ്പ് ഇമാജിൻ ചെയ്തത്. അതിന് പകരം നമ്മൾ റെക്ടാങ്കുലർ ലൂപ്പോ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ലൂപ്പോ ഇമാജിൻ ചെയ്തിരുന്നുവെങ്കിൽ എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആവില്ല. അപ്പൊ നമുക്ക് അതിനെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇമാജിൻ ചെയ്തത് ഒരു സർക്കുലർ ലൂപ്പിന്. ഓക്കെ, അപ്പൊ ഈ സർക്കുലർ ലൂപ്പിൽ എല്ലായിടത്തും ബിയുടെ വാല്യൂ സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ബി എ ഇന്റഗ്രലിന് പുറത്തേക്ക് എടുക്കും. ബി ഇന്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു mu 0
ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരേ ഒരു കറണ്ടേ ഉള്ളൂ, നമ്മുടെ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന ഐ എന്ന് പറയുന്ന കറണ്ട് ആണ്. സോ ഐ എൻക്ലോസ്ഡിന് പകരം നമുക്ക് μ0I എന്ന് എഴുതാം. ഇനി നോക്കൂ, dl നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക ഈ ലൂപ്പിന്റെ ടോട്ടൽ ലെങ്ത് ആണ്, പെരിമീറ്റർ ഓഫ് ദിസ് സർക്കുലർ ലൂപ്പ് അല്ലെ. ദെൻ b ഇൻറ്റു ഇതിന്റെ പെരിമീറ്റർ, ഇതിന്റെ റേഡിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് d ആണ്. ദെൻ b ഇൻറ്റു 2πd is equal to μ0I. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. B is equal to μ0I divided by 2πd. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. The magnetic induction due to a straight conductor B is equal to μ0I divided by 2πd. ഇത് ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ കഴിയും. ഇതേ കാര്യം തന്നെ നമ്മൾ ബയോട്ട് സവാർട്സ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്, അതുപോലെ ശകലം കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കുമ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഇക്വേഷൻ ഓർത്തിരിക്കാം, B is equal to μ0I divided by 2πd. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം കൺസിഡർ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കൂ. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് ലൈൻ carries a current of 90 ampere in east to west direction. What is the magnitude and direction of the magnetic field due to a current 1.5 meter below the line? ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് ലൈൻ, മുകളിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ലൈനിന്റെ കാര്യമാണ് പറയുന്നത്. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് ലൈൻ carries a current of 90 ampere in east to west direction. ഡയറക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ, നമുക്കിവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓവർഹെഡ് ലൈൻ carries a current of 90 ampere in east to west direction. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് കറന്റ് 1.5 മീറ്റർ ബിലോ ദ ലൈൻ. അപ്പോൾ ഈ ലൈനിന്റെ താഴെയുള്ള 1.5 മീറ്റർ താഴെയുള്ള ഒരു പോയിന്റില് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, അതുപോലെ ഡയറക്ഷൻ എത്ര, ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. B is equal to μ0I divided by 2πd. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. B is equal to μ0I divided by 2πd. μ0യുടെ വാല്യൂ നമുക്കറിയാം, 4π into 10⁻⁻7 ആണ്. ഇവിടെ കറന്റ് ഓഫ് 90 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് I is equal to 90 ആംപിയർ ആണ്. Then 90 divided by 2π into D. D 1.5 meter below the line എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിയുടെ വാല്യൂ 1.5 ആണ്. 1.5. ഓക്കെ, വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.2 into 10⁻⁻5 ടെസ്ല എന്നാണ്. ഇനി ഇതിന്റെ ഡയറക്ഷനും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിക്കാം. നമ്മുടെ തമ്പിനെ ഇങ്ങനെ വയ്ക്കാം. ദെൻ കേൾഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ആണ് എന്ത് തരിക, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇതിന് ചുറ്റും ഒരു ലൂപ്പ് നമ്മൾ ഇമാജിൻ ചെയ്തു. നമ്മുടെ കേൾഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് നമ്മൾ ബോർഡിൽ വരയ്ക്കുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നോക്കൂ, ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു കറന്റ്, അതിന് ചുറ്റും ഇങ്ങനെയാണ് ലൂപ്പുകൾ. ആ ലൂപ്പില് ഡയറക്ഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്. ഓക്കെ, അതായത് മുകൾ ഭാഗത്ത് ഇറ്റ് ഈസ് ടുവാർഡ്സ് നോർത്ത്,
ആൻഡ് താഴെ എത്തുമ്പോഴോ ഇറ്റ് ഈസ് ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ 1.2 into 10⁻⁻5 ടെസ്ല ടുവേർഡ്സ് സൗത്ത്. ഇത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ വേണം. അതായത് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നു, അതിന് ചുറ്റും ഇതോ ഇങ്ങനെയാണ് ഫീൽഡ്. ദെൻ മുകൾ ഭാഗത്തുള്ള ഡയറക്ഷൻ ആയിരിക്കില്ല താഴെ ഭാഗത്ത്. താഴെ ഭാഗത്തുള്ള ഡയറക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, കാരണം നമ്മുടെ പോയിന്റ് താഴെയാണ്. ദെൻ ഈസ്റ്റ് ടുവേർഡ്സ് സൗത്ത്. നിങ്ങൾക്കത് ടെസ്ല ചോദ്യം കാണാം, വർക്കൗട്ട് ചെയ്ത് നോക്കുക, ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം യൂസിങ് അവർ ഇക്വേഷൻസ്. ഇനി ആംബിയസ് തിയറം ഉപയോഗിച്ചിട്ട് ഇനിയും ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അവയിൽ ചിലത് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.